സന്നിധി മതി യേശുവേ, നിൻ പ്രസാദം മതി നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകത, നമ്മൾ ഒറ്റ കസേരയുള്ള ഒരു മുറിയാണ്. അവിടെ രണ്ട് കസേരയില്ല. ആ കസേരയിൽ പിശാചിനെ ഇരുത്താൻ പാടില്ല, എന്റെ ഈഗോയെയും കയറ്റി ഇരുത്താൻ പാടില്ല. ഈഗോ കയറ്റി ഇരുത്തിയാലും ഭരിക്കുന്നത് പിശാചായിരിക്കും. കാര്യം, പിശാചിന്റെ കയ്യിലെ ആയുധമാണ് ഇപ്പോൾ എന്റെ ഈഗോ, എന്റെ സെൽഫ്. ഞാൻ പറഞ്ഞല്ലോ, കർണാലിറ്റി, കാർണൽ സെൽഫ്. എന്തുകൊണ്ടാണ് അത്? പിശാചിന്റെ കയ്യിലെ ജഡം എന്ന് പറയുന്നത് പിശാചിന്റെ കയ്യിലെ ഒരു ആയുധമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ജഡത്തെ ഞാൻ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. പിശാചിന്റെ ആയുധമാണത്. ഞാൻ ജഡത്തെ, ലോകം, ജഡം, പിശാച്, ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ ജാഗരൂകരായിരിക്കണം. കൂടുതൽ ജാഗരൂകരാകേണ്ടത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഞാൻ എങ്ങാണമാണ് എഴുതുന്നതെങ്കിൽ, അതുകൊണ്ടാണല്ലോ ദൈവം എന്നെ ദയിപ്പിക്കാഞ്ഞ്, ഞാൻ എഴുതുന്നത് പിശാച്, ലോകം, പിശാച്, ജഡം, ലോകമെന്നായിരിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് എഴുതിയപ്പോൾ ലോകം, ജഡം, പിശാച് എന്നാ എഴുതിയത്. എന്നാന്നറിയാമോ? പിശാചാണ് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്. പക്ഷെ പിശാച് പലപ്പോഴും അവന്റെ കൊമ്പും കാലും കൊണ്ടൊന്നും നമ്മുടെ മുമ്പിൽ വരികയല്ല, അവന്റെ ഏജൻസിനെ മുന്നോട്ട് വിടുകയാണ്. അവന്റെ ഏജൻസ് വന്ന് ആർക്ക് വേണ്ടിയാണ് നമ്മളോട് ഫൈറ്റ് ചെയ്യുന്നത്? പിശാചിന് വേണ്ടിയാണ്. അവന്റെ ഏജൻസ് ആണ് ആര്? ലോകവും ജഡവും. അതുകൊണ്ട് ക്രോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് പറയുന്നില്ല. അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ജഡത്തെ ക്രൂശിക്കുക, ലോകത്തെ ക്രൂശിക്കുക. കാര്യം, ഇതിനെ ഒന്നിനെയും എൻ്റെ ഒരു കസേരയുള്ളൂ എനിക്ക്, ആ കസേരയിൽ കയറിയിരുത്താനായിട്ട് ഞാൻ അനുവദിക്കുകയില്ല. അവിടെ ആര് മാത്രമേ ഇരിക്കാവൂ? യേശു കർത്താവ് മാത്രം ഇരിക്കുക. അപ്പൊ ടെംപ്റ്റേഷൻസ് എപ്പോഴും ഈ കസേര യേശുവിൽ നിന്ന് മാറ്റി വേറെ എൻ്റെ ജഡത്തിന്, എൻ്റെ സോളിന്, എൻ്റെ ഈഗോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ടെംപ്റ്റേഷനാണ് ശരിക്കും ഈ പ്രലോഭനങ്ങളെല്ലാം. യേശു ഇരിക്കുന്ന സ്ഥലത്തേക്ക് എൻ്റെ ബോഡി, എൻ്റെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ, ഡിസയേഴ്സ് ഓഫ് മൈ ഫ്ലഷ്, എൻ്റെ ശരീരത്തിന്റെ മോഹങ്ങൾക്ക് കയറിയിരിക്കാൻ, എന്നെ നിയന്ത്രിക്കാനായിട്ട് എൻ്റെ ബോഡിയെ അനുവദിക്കുക, എന്നെ നിയന്ത്രിക്കാനായിട്ട് എൻ്റെ സോളിനെ അനുവദിക്കുക, എന്നെ നിയന്ത്രിക്കാനായിട്ട് എൻ്റെ ഈഗോയെ അനുവദിക്കുക. ഇതാണ് പിശാചിന്റെ തന്ത്രം, ഇതാണ് പിശാചിന്റെ പ്രലോഭനങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഈ കസേരയിൽ നിന്ന് യേശുവിനെ മാറ്റി എൻ്റെ ഈഗോയെയോ എൻ്റെ സെൽഫിനെയോ എൻ്റെ ബോഡിയെയോ കയറ്റിയിരുത്തുവാൻ അനുവദിക്കരുത്. ശരീരം നമ്മളെ ഭരിക്കരുത്. ശരീരം നമ്മുടെ അടിമയാകണം, അല്ലാതെ നമ്മൾ ശരീരത്തിന്റെ അടിമ ആകാൻ പാടില്ല. ശരീരം നമ്മുടെ അടിമയായിരിക്കണം. എൻ്റെ കൈ എന്ത് ചെയ്യണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയാത്ത സ്റ്റേജിൽ ആണ് അത് എൻ്റെ ശരീരം എൻ്റെ ഈഗോയുടെ അടിമയാണെങ്കിൽ എൻ്റെ ശരീരം ന്യൂട്രലാണ്. Body is neutral, but it is controlled by either by Jesus or by my body or my soul or my ego. അതാണ് അവിടുത്തെ പ്രശ്നം. ഇതിൽ യേശു അല്ലാതെ വേറെ ആര് കയറിയിരുന്നാലും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആര് തന്നെയാണ്? ഇറ്റ് ഇസ് ഡെവിൾ, പിശാചാണ്. അതുകൊണ്ട് നമുക്ക് പിശാചിനോട് പറയാൻ കഴിയണം, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ, ഇറ്റ് ഈസ് റിട്ടൺ ദാറ്റ് യു ഷാൽ വർഷിപ്പ് ഗാഡ് ആൻഡ് ഹിം അലോൺ. അവനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. അതൊരു വലിയൊരു ഡിസിഷനാണ്. ഞാൻ എൻ്റെ കർത്താവിനെ മാത്രമേ നമസ്കരിക്കത്തുള്ളൂ. ഐ ഹാവ് ഓൺലി വൺ ഗാഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ജാതീയ ദൈവങ്ങളെ അനുസരിക്കത്തില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ഇഫ് ഐ ഹാവ് ഓൺലി വൺ ഗാഡ്, മണി ഈസ് നോട്ട് മൈ ഗാഡ്, മൈ ഈഗോ ഈസ് നോട്ട് മൈ ഗാഡ്. എൻ്റെ പണം എൻ്റെ ദൈവമല്ല, പദവികൾ എൻ്റെ ദൈവമല്ല, ആരോഗ്യം എൻ്റെ ദൈവമല്ല, സൗന്ദര്യം എൻ്റെ ദൈവമല്ല, മറ്റുള്ളവരുടെ ദൈവമല്ല, കുഞ്ഞുങ്ങളെൻ്റെ ദൈവമല്ല. ഇന്ന് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ വീട്ടിലെ ദൈവങ്ങൾ, ഓരോ ഭൂമിയിലെ യാതൊന്നും എൻ്റെ ദൈവമല്ല. ഐ ഹാവ് ഓൺലി വൺ ഗാഡ്. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് വേദപുസ്തകം പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ആശ്വാസം. അയ്യോ, നമ്മൾ വേറെ അമ്പലത്തിലും ഒന്നും പോകുന്നില്ല ബ്രദറെ, നമ്മൾ വേറെ ആരെയും ആരാധിക്കുന്നില്ല ബ്രദറെ, നമ്മൾ യേശുവിനെ തന്നെ ആരാധിക്കുന്നു. അതല്ല, ഗാഡ് ഈസ് മൈ ഓൺലി ഗാഡ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതല്ല. നമ്മളെ പലപ്പോഴും ഭരിക്കുന്നത് പണമാണ്, പണമോഹമാണ്, ജഡമാണ്, ജഡമോഹമാണ്, ശരീരമാണ്, ശരീരമോഹമാണ്, ഈഗോയാണ്. അവിടെയാണ് നമ്മുടെ ദൈവങ്ങൾ ആരൊക്കെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. കർത്താവ് പറഞ്ഞു അവനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഈഗോയോ എൻ്റെ മാനുഷികതയോ
എൻ്റെ മറ്റ് മോഹങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നടക്കത്തില്ല. അതിനെ ഒന്നിനും എന്നെ എനിക്ക് വർഷിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഐ വർഷിപ്പ് ഓൺലി ഗാഡ്. I have placed God in my throne and He is reigning in each and every part of my body, my soul and my life and everything. അപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് പിശാച്, and what is written, താഴോട്ട് അവിടെ വായിക്കുമ്പോഴത്തേക്ക് അവിടെ എഴുതിയിരിക്കുന്നതായ പ്രധാനപ്പെട്ട വാക്യം, then the devil left him and behold angels came and ministered to him. അപ്പോൾ പിശാച് അവനെ വിട്ട് പോയി, ദൂതന്മാർ വന്നവനെ ശുശ്രൂഷിച്ചു. എന്താണെന്നറിയാമോ? ഞാൻ ഈ ഭാഗം വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുള്ള കാര്യമുണ്ട്. യേശുവിന്റെ ഡിസിഷൻ ആണെന്ത്? ഞാൻ പിതാവിനെ അല്ലാതെ വേറെ ആരെയും നമസ്കരിക്കുകയില്ല. പിതാവിന്റെ വില്ലല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു വില്ലും എനിക്ക് വേണ്ട. അത് ഡിസിഷൻ ആരുടേതാണ്? യേശുവിൻ്റെതാണ്. എന്നാൽ ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ, ആ ഡിസിഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അവനെ സഹായിക്കുവാനും അവനെ ശുശ്രൂഷിക്കുവാനുമായിട്ട് ദൈവം ദൂതന്മാരെ അയക്കുകയാണ്. ഗത്സമന തോട്ടത്തിൽ ഇതേപോലെ തന്നെ ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ട്. ഗത്സമന തോട്ടത്തിൽ യേശു കർത്താവ് ഏറ്റവും ഒടുവിൽ പറയാണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം, അല്ലെങ്കിൽ നിന്റെ ഹിതമാണെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നിർവഹിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു ദൂതൻ വന്ന് അവനെ ശക്തീകരിച്ചു. ഡിസിഷൻ എടുത്തത് വ്യക്തിയാണ്, യേശുവാണ്. എൻ്റെ വൊളീഷന്റെ തലത്തിൽ യേശു മാത്രം എനിക്ക് മതി, വേറെ ആരും എനിക്ക് ദൈവമല്ല, എനിക്ക് വേറെ ആരെയും വേണ്ട, വേറെ ഒരാളെയും ഞാൻ അനുസരിക്കത്തില്ല, എൻ്റെ ഈഗോയെ എൻ്റെ സിംഹാസനത്തിലേക്ക് കയറ്റുവാൻ ഞാൻ സമ്മതിക്കത്തില്ല, എൻ്റെ സെൽഫിന്റെ ഇഷ്ടങ്ങളെ എൻ്റെ സിംഹാസനത്തിലേക്ക് കയറുവാൻ ഞാൻ സമ്മതിക്കത്തില്ല, എൻ്റെ ശരീരമോഹങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ വിട്ടുകൊടുക്കത്തില്ല, എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ ദൈവം എപ്പോഴും യേശു മാത്രമായിരിക്കും, യേശു മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ. അങ്ങനെ എൻ്റെ കസേരയിൽ യേശുവിനെ ഇരുത്താനുള്ള തീരുമാനം ഞാനാണ് എടുക്കുന്നത്. തീരുമാനമെടുക്കാൻ ദൈവം ദൂതന്മാരെ അയക്കത്തില്ല. പക്ഷെ തീരുമാനമെടുത്താൽ ചെറിയ തീരുമാനമൊന്നുമല്ല എടുക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ വില്ല് മാത്രം മതി എൻ്റെ ലൈഫിൽ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. ദൈവപുത്രൻ പോലും ആ പാനപാത്രം, അതിന്റെ കാഠിന്യം, അതിനെക്കുറിച്ച് ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി മാത്രം തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന്റെ മാനുഷികമായി ആലോചിച്ചാൽ ഇറ്റ് ഈസ് സോ ഡിഫിക്കൽട്ട്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ഇൻ ഹ്യൂമൻ വേ ഐ say that you cannot fulfill the desire of the Holy Spirit in your life. In human way. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മാനുഷികമായുള്ള ശക്തി നിങ്ങൾക്ക് ഇല്ല. പക്ഷേ തീരുമാനമെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ദൈവത്തിന്റെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ മതി. ഞാൻ ജഡത്തിന്റെ മോഹങ്ങൾ എന്നിലേക്ക് വരുമ്പോൾ ഞാൻ അതിനെ വീണ്ടും ഒരാണിയോട് അടിച്ച് കാൽവറി ക്രൂസിൽ തറച്ചു കളയും. ഞാൻ ഒരിക്കലും ജഡം എന്നിൽ ഭരണം നടത്താൻ അനുവദിക്കത്തില്ല. എൻ്റെ ശരീരത്തിന്റെ മോഹങ്ങൾ എന്നെ ഭരണം നടത്താൻ ഞാൻ അനുവദിക്കത്തില്ല. എൻ്റെ ഫെയിം അല്ലെങ്കിൽ എൻ്റെ സോൾ, എൻ്റെ ദേഹിയുടെ ഇഷ്ടങ്ങൾ എന്നിൽ ഭരണം നടത്താൻ ഞാൻ അനുവദിക്കത്തില്ല. എൻ്റെ ഈഗോ എന്നിൽ കടക്കാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന തീരുമാനം നിങ്ങൾ എടുത്താൽ വൊളീഷന്റെ തലത്തിൽ ദൂതൻ വരത്തില്ല. തീരുമാനം എടുപ്പിക്കാൻ ഒരിക്കലും ദൂതൻ വരത്തില്ല. അങ്ങനെയാണെന്നെങ്കിൽ എന്ത് ഈസിയായിരുന്നു കർത്താവിന് ആളുകളെ വിശ്വാസത്തിലേക്ക് നയിക്കാനായിട്ട്. തീരുമാനമെടുക്കേണ്ട സമയത്ത് ദൂതൻ വരത്തില്ല. പക്ഷെ തീരുമാനം എടുത്താൽ അമാനുഷികമായ നിലയിൽ മാനുഷികമായി സാധിക്കാത്തതിനെ സാധിച്ചെടുക്കേണ്ടതിന് ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് നിങ്ങളുടെ പ്രലോഭനങ്ങളുടെ, ഏത് വലിയ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രലോഭനങ്ങളുടെയും മധ്യത്തിൽ തന്റെ ദൂതന്മാരെ കർത്താവ് നിങ്ങളെ ശക്തീകരിക്കേണ്ടതിന് അയച്ചു തരുമെന്നതിനകത്ത് സംശയമൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. യേശു കർത്താവിന്റെ പ്രലോഭനങ്ങളുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക. എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നു? പല സമയത്തും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ള സാക്ഷ്യം നമുക്ക് ലഭിക്കേണ്ടതിന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിരുന്നത് മറ്റ് പല അത്ഭുതങ്ങളും മറ്റുള്ള കാര്യങ്ങളുമാണ്. പിശാചി വന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ശരീരത്തിന്റെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം. പലപ്പോഴും നമ്മുടെ ബോഡി നീഡ്സ്
നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്താണെന്ന് പിശാച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. യു കനോട്ട് സർവൈവ്, യു കനോട്ട് കം ഔട്ട് ഓഫ് ദിസ് കൈൻഡ് ഓഫ് പാഷൻസ് ഓഫ് യുവർ ബോഡി. നിങ്ങളുടെ ശരീരത്തിന്റെ ഈ മോഹങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ലെന്ന് പല സമയത്ത് പിശാച് നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഇസ് എ ലൈ, ദാറ്റ് ഇസ് എ ലൈ. എന്താണ് നമ്മളെ ജീവിപ്പിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്റെ മോഹങ്ങൾ നമ്മളെ കീഴടക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മളെ ജീവിപ്പിക്കുവാൻ, അതിൽ നമ്മളെ വിടുവിക്കുവാൻ ദൈവം അവന്റെ വചനത്തെ അയക്കുന്നു. Every word that proceeds from the mouth of the Lord enlivens me. എൻ്റെ ശരീരത്തിന്റെ മോഹങ്ങൾക്കപ്പുറത്ത് ഞാൻ കാണുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ ആ ശക്തിയാണ്. കർത്താവിന്റെ വചനം എന്നിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ജീവനായി പരിണമിക്കുകയും ദൈവം എന്നെ പ്രലോഭനങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി അവന്റെ വചനത്തെ അയച്ചു തരുന്നത് ഞാൻ അനുഭവിച്ചറിയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിന്റെ മോഹങ്ങൾ നമ്മളെ വാഴരുത്. ദൈവത്തിന്റെ വചനം നമ്മളെ ജീവിപ്പിക്കണം. അതാണ് നമ്മളോട് പറയുന്നത്, യു ആർ ദ ചൈൽഡ് ഓഫ് ഗാഡ്. നമ്മൾ ആ ശബ്ദം കേൾക്കുന്നുണ്ടോ? ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇന്ന് ഈ പകലിൽ ഞാൻ ചോദിച്ചോട്ടെ, ഹൗ മെനി ഓഫ് യു ഹാവ് എ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗാഡ്? How many of you know that you are a child of God in the spirit realm? How many of you hear the voice of the Spirit that speaketh to you in your spirit? നിങ്ങളുടെ ആത്മാവിൽ സംസാരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം, യു ആർ മൈ സൺ, യു ആർ മൈ സൺ, യു ആർ മൈ സൺ എന്ന ആത്മാവ് നിങ്ങളോട് നിരന്തരം സംവാദിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ അവന്റെ ശബ്ദം കേൾക്കാനായിട്ട് നിങ്ങളുടെ ചെവികളെ തുറന്നു കൊടുക്കുക. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നവർ തിരിച്ചറിയുന്നു എന്ന് കർത്താവ് പറയുന്നു. ഹിയർ ദ വോയിസ് ഓഫ് ദ ലോർഡ്. നിങ്ങളെ ജീവിപ്പിക്കുന്നതാണ്. 37 വർഷമായി എന്നെ ജീവിപ്പിക്കുന്നത് കർത്താവിന്റെ വചനമാണ്, വേറെ ഒന്നുമല്ല. ഇറ്റ് ഈസ് എ വേർഡ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ശരീരത്തിന്റെ മോഹങ്ങൾക്കപ്പുറത്ത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നമ്മളെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. രക്ഷയ്ക്കായി വളരുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ജസ്റ്റ് ഹിയർ ദ വോയിസ് ഓഫ് ഗാഡ്. അത് ആത്മതലത്തിൽ നമ്മൾ അറിയണം. യു നീഡ് ടു ഹിയർ ദ വോയിസ് ഓഫ് ദ സ്പിരിറ്റ് ഇൻ യുവർ സ്പിരിറ്റ്. ഇറ്റ് സ്പീക്സ് ദാറ്റ് യു ആർ മൈ സൺ, യു ആർ മൈ സൺ. പ്രിയമുള്ളവരെ, വീണ്ടും പ്രശസ്തനാകുവാനുള്ള മോഹം, എൻ്റെ ദേഹിയുടെ ഇഷ്ടങ്ങൾ, എൻ്റെ ദേഹിയുടെ താല്പര്യങ്ങൾ, സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനുള്ള മോഹം, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുവാനുള്ള താല്പര്യം. പല കുഞ്ഞുങ്ങൾക്കും പലപ്പോഴും ഉണ്ടാകുന്ന വലിയ അപകടം അതാണ്, സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനുള്ള മോഹം. അതൊക്കെ ദേഹത്തിന്റെ ഇഷ്ടമാണ്, ദേഹിയുടെ ഇഷ്ടമാണ്. ദേഹിയുടെ ഇഷ്ടം, ദേഹത്തിന്റെയും ദേഹിയുടെയും ഇഷ്ടങ്ങൾക്ക് നമ്മൾ വശംവദരാകരുത്. സുവിശേഷകരെ, സുവിശേഷ വേലയിൽ താല്പര്യപ്പെടുന്നവരെ, പ്രശസ്തിക്ക് പിന്നാലെ പോകരുത്. ഒരു ബനാന നിങ്ങൾ പൊളിച്ചിട്ട് അതിന്റെ ഔട്ടർ സ്കിൻ എറിഞ്ഞു കളയുന്നത് പോലെ നിങ്ങൾ എറിഞ്ഞു കളയപ്പെടുവാൻ മോഹമുള്ളവരായിരിക്കണം. അതിൻ്റെ ഉള്ളിൽ ഉള്ള ബനാനയാണ് ആളുകൾക്ക് വേണ്ടത്. നമ്മൾ യേശുവിനെ പൊതിഞ്ഞു നിൽക്കുന്ന ഔട്ടർ സ്കിൻ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കണം. യേശുവിനെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അസ്തിത്വത്തിന് പ്രസക്തി ഇല്ലാതെയാകുന്നു. അവർ മറ്റുള്ളവർ നമ്മളെ എറിഞ്ഞു കളയട്ടെ, അതിനുവേണ്ടി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കാം. പാപത്തിൽ വീഴുന്നത് വേറെ, പാപത്തിൽ ചാടുന്നത് വേറെ. പാപത്തെ ഹെയ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. പാപത്തെ ഇഷ്ടപ്പെടുന്ന, പാപത്തെ സ്നേഹിക്കുന്ന നമ്മുടെ മനോഭാവത്തിൽ നിന്ന് മാറി പാപത്തെ ഹെയ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് നമുക്കുണ്ടോ? Let's ask ourselves. And also, ലോകത്തിന്റെ മോഹങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ നിരത്തി വെച്ചിട്ട് പിശാച് നമ്മളോട് ഇതൊക്കെ നിനക്ക് തരാം, ഒരു കോംപ്രമൈസ്, ഒരു ചെറിയ കോംപ്രമൈസ്. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ കാര്യങ്ങൾ കൈവശപ്പെടുത്തുന്നവർ എവിടെയെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു കോംപ്രമൈസിലൂടെ അല്ല ദൈവം നമ്മളെ നയിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവനോട് കോംപ്രമൈസ് ചെയ്താൽ, ഒരിടത്ത് തുടങ്ങിയാൽ അവൻ വീണ്ടും 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 പല പല കാര്യങ്ങളിലേക്ക് നമ്മൾ വീണു പോകുന്നത്. ഒരു ചെറിയ ഒരു കല്ല് റോൾ ചെയ്ത് വിട്ടാൽ അത് നേരെ വിടുന്ന സ്ഥലത്തോട്ടല്ല, അത് ഒരു സ്റ്റീപ്പായിട്ടുള്ള സ്ഥലത്തേക്ക് നിന്ന് താഴേക്ക് പോയി ഏറ്റവും ഒടുവിൽ സമുദ്രത്തിൽ ചെന്ന് പതിക്കുന്നത് പോലെ. നിങ്ങൾ ഏതെങ്കിലും ഒരു കോംപ്രമൈസിന് തയ്യാറായാൽ അതിൽ നിന്ന് വീണ്ടും ഉരുണ്ടുരുണ്ടുരുണ്ട് വീണ്ടും താഴേക്ക് പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ വീണു പോകാതെ ഇരിക്കേണ്ടതിന്, ഹല്ലേലൂയ, നമ്മുടെ ആത്മാവിൽ നമ്മളൊരു തീരുമാനമെടുക്കണം. ഐ വിൽ ഹാവ് ഓൺലി വൺ ഗാഡ്. ഐ വിൽ പുട്ട് ജീസസ് ഇൻ ദ ത്രോൺ. ഐ വിൽ നെവർ അലൗ മൈ സെൽഫ് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് ത്രോൺ. എൻ്റെ സിംഹാസനത്തിലേക്ക് കയറിയിരിക്കാൻ എൻ്റെ സെൽഫിനെ ഞാൻ അനുവദിക്കത്തില്ല. എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല. എൻ്റെ ബോഡിയുടെ നീഡ്സിനെ ഞാൻ അനുവദിക്കത്തില്ല. എൻ്റെ ഈഗോയെ ഞാൻ അനുവദിക്കത്തില്ല. എൻ്റെ പ്രശസ്തിക്കുള്ള മോഹത്തെ ഞാൻ അനുവദിക്കത്തില്ല. എന്നെ ഭരിക്കാൻ ഒരാളെ ഉള്ളൂ, യേശു മാത്രം. ദൈവത്തിൻ്റെ ഹിതം മാത്രം മതി എനിക്ക്. നിങ്ങളെ തീർച്ചയായും സഹായിക്കുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുമെന്നതിന് സംശയം വേണ്ട. ഇന്ന് ഈ പകലിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. നിങ്ങൾ അങ്ങനെ ദൈവത്തിന് പൂർണ്ണമായും അവനെ മാത്രം എനിക്ക് മതി എന്ന് പറയുന്ന, എൻ്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുവാൻ യേശു മാത്രം മതി, എൻ്റെ ശരീരത്തെയോ എൻ്റെ ഇഷ്ടങ്ങളെയോ എൻ്റെ പ്രശസ്തിയെയോ എൻ്റെ മോഹങ്ങളെയോ ഞാനത് കയറ്റിയിരുത്താൻ ആഗ്രഹിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ.
നമ്മൾ പരീക്ഷിക്കപ്പെടേണ്ടതിന് പലപ്പോഴും ദൈവം അനുവദിക്കുന്നുണ്ട്. പക്ഷേ പ്രലോഭിപ്പിക്കപ്പെട്ടാൽ ഇന്റഗ്രിറ്റി തെളിയിച്ചുകൊണ്ട് പുറത്തു വരേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ദേഹത്തെയും നിങ്ങളുടെ ദേഹിയെയും നിങ്ങളുടെ ഈഗോയെയും തകർക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ഹല്ലേലൂയ. പിശാച് യേശുവിന്റെ അരികിൽ വന്നു. അവന്റെ ദേഹവും അവന്റെ ദേഹിയും അവന്റെ ഈഗോയും ഒന്നും അവൻ പിശാചിനെ കീഴ്പ്പെടുത്തി കൊടുത്തില്ല. നമുക്ക് നമ്മുടെ ദേഹത്തിന്റെ മോഹങ്ങളെ, ശരീരമോഹങ്ങളെ, നമ്മുടെ ദേഹിയുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ ഈഗോയുടെ ഭരിക്കുവാനുള്ള മോഹത്തെ ഒക്കെ തകർക്കുവാൻ പിശാച് നമ്മളോട് പ്രലോഭനങ്ങൾ നടത്തുമ്പോൾ അതിനെ തകർക്കുവാൻ ദൈവം നമുക്ക് നൽകുന്നൊരു അവസരമാണ്. ഇന്ന് എത്ര പേര് പറയും, കർത്താവേ, എനിക്ക് എൻ്റെ സെൽഫിൽ നിന്ന്, എൻ്റെ ഈഗോയിൽ നിന്ന്, എൻ്റെ ശരീരമോഹങ്ങളിൽ നിന്ന്, എൻ്റെ ദേഹിയുടെ ഇഷ്ടങ്ങളിൽ നിന്ന് ഒക്കെ ഒരു വിടുതൽ ആവശ്യമുണ്ട്. ഞാൻ നിന്നെ മാത്രം നമസ്കരിക്കും. പലപ്പോഴും എനിക്കതിനുള്ള ശക്തിയില്ല. എന്നെ ശക്തീകരിക്കുന്നതിന് നീ എനിക്ക് അഭൗമികമായി സഹായിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കർത്താവെ, തീരുമാനത്തിന്റെ തലത്തിൽ ഞാൻ ഒരു തീരുമാനം എടുക്കുകയാണ്. നിന്റെ ഇഷ്ടം മാത്രം മതി എനിക്ക്. എത്ര പേര് ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടെ പൂർണ്ണമായും ആ സിംഹാസനത്തിൽ യേശു മാത്രം ഇരിക്കേണ്ടതിനെ സമർപ്പിക്കും? കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറ, കർത്താവേ, ഐ ജസ്റ്റ് വാണ്ട് ടു സീ ദാറ്റ് യു ആർ റൂളിംഗ്, റെയിനിങ് ഇൻ മൈ ലൈഫ്, ഓ ഗാഡ്. ഹല്ലേലൂയ. പ്രലോഭനങ്ങളുമായി പിശാച് വരുമ്പോൾ അതിൽ വീണു പോകുവാനല്ല. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലോർഡ്, എൻ്റെ ബോഡി നീഡ്സ് ആണ് വലുതെന്ന് പിശാച് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ദേഹിയുടെ മോഹങ്ങൾക്ക് വേണ്ടി ഞാൻ പലപ്പോഴും പിശാചിന് എന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ സിംഹാസനത്തിലേക്ക് എൻ്റെ ദേഹിയെ കയറ്റിയിരുത്തിയിട്ടുണ്ട്. പ്രശസ്തിക്ക് വേണ്ടിയുള്ള മോഹം പലപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഞാൻ ഒരിക്കലൂടെ ഏറ്റുപറയുന്നു, നീ മാത്രം ദൈവം. പണം എൻ്റെ ദൈവമല്ല, പദവികൾ എൻ്റെ ദൈവമല്ല, ആഹാരം എൻ്റെ ദൈവമല്ല, വസ്ത്രം എൻ്റെ ദൈവമല്ല. കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് യേശു മാത്രം എന്നെ ഭരിക്കുന്ന ഒരു പുതിയ അവസ്ഥയിലേക്ക് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കർത്താവേ, നീ എന്നെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സന്നിധി മതി യേശുവേ, നിൻ പ്രസാദം മതി എനിക്ക്. വൻ ദുഃഖങ്ങളിലും നിൻ സന്നിധി മതി, നിൻ സന്നിധി മതി ഇന്നുമെന്നും. ഭൂമിയിലും സമുദ്രം കോപിക്കിലും ഭയം ഇല്ലെനിക്ക്. അന്നു നിൻ കൈമതി, നിൻ സന്നിധി മതി, നിൻ സന്നിധി മതി ഇന്നുമെന്നും. ലോകത്തിലേതന തീരുകിലും രോഗത്താൽ ബാധിതൻ ആയിടിലും തൃക്കണ്ണൻ മേൽ